അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺസിക്വൻസസ് ഓഫ് ലിക്വിഡ് പ്രഷർ. അപ്പോൾ ഇതിന് മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു ത്രസ്റ്റ് എന്താണെന്ന് പഠിച്ചു, പ്രഷർ എന്താണെന്ന് പഠിച്ചു, പ്രഷറിനുള്ള ഇക്വേഷൻ പഠിച്ചു, അത് ഡിറൈവ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ പറഞ്ഞു, P is equal to H rho G എന്നുള്ള ഇക്വേഷൻ ഒക്കെ കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ ലോസ് ഓഫ് ലിക്വിഡ് പ്രഷർ പറഞ്ഞു. അപ്പോൾ ലോസ് ഓഫ് ലിക്വിഡ് പ്രഷർ ഒരു 5 എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ കോൺസിക്വൻസസ് പറയുന്നത്. അപ്പോൾ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് എന്താ, നമുക്ക് ലിക്വിഡ് പ്രഷർ കാരണം ഉണ്ടാകുന്ന സംഭവങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ടാണ് നമ്മൾ ഈ കോൺസിക്വൻസസ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ കോൺസിക്വൻസ് എന്താന്ന് നോക്കിയേ, ദ പ്രഷർ അറ്റ് എ സർട്ടൻ ഡെപ്ത് ഇൻ സീ വാട്ടർ ഈസ് മോർ ദാൻ ദാറ്റ് അറ്റ് ദ സെയിം ഡെപ്ത് ഇൻ റിവർ വാട്ടർ. അതൊരു കോമൺ എക്സാമ്പിൾ ആണ്. നമുക്കത് എങ്ങനെ പറയാന്ന് വെച്ചാൽ, ഞാനൊരു കുറച്ച് സീ വാട്ടർ ഉള്ളിടത്തെ ഒരു ഡെപ്ത് എടുത്തു, സേ ഒരു എച്ച് ആണ് അതിന്റെ ഡെപ്ത് എന്ന് വിചാരിക്കുക. റിവർ വാട്ടർ ഉള്ളിടത്ത് ഞാൻ അതേ ഡെപ്ത് തന്നെ ഞാൻ എടുത്തു, ഒരു എച്ച് ആയിട്ടുള്ള തന്നെ ഒരു ഡെപ്ത് ഉള്ളൊരു റിവർ വാട്ടറിൽ എടുത്തു. പക്ഷെ ഇവിടെ രണ്ടുപേരുടെയും പ്രഷർ സെയിം ആയിരിക്കുമോ? ഇല്ല, സെയിം ആയിരിക്കില്ല. കാരണം എന്താ, സീ വാട്ടറിൽ ഡെൻസിറ്റി കൂടുതലാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രഷർ ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു റോ ഇൻറ്റു ജി ആണ്. എച്ച് ഇവിടെ സെയിം ആ, കാരണം എന്താ, ഡെപ്ത് സെയിം ആണ്. ഞാനതൊരു ഡയഗ്രാം വെച്ച് പറഞ്ഞുതരാം. ഇവിടെ നോക്കിക്കേ, ആദ്യത്തെ ഡയഗ്രാം കൊടുത്തിരിക്കുന്നത് ഒരു സിയുടെ ഒരു റിവർ, സിയും റിവറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഡയഗ്രാം സി ആണ് കാണിച്ചിരിക്കുന്നത്, രണ്ടാമത്തത് റിവറും. അപ്പൊ ആദ്യത്തിനകത്ത് ഞാനൊരു പോയിന്റ് എടുത്തു, ഈ റെഡ് ആണ് പോയിന്റ് എടുത്തിരിക്കുന്നത്. ആ പോയിന്റിന്റെ അവിടെ എന്താന്ന് നോക്കിയേ, അത് എച്ച് ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അവിടെ ആ സിയുടെ ഡെൻസിറ്റി എന്താണ്, റോ എസ് എന്ന് ഞാൻ കൊടുത്തിരിക്കുക. അത് ഡെൻസിറ്റി തന്നെ, റോ എന്നുള്ള ഉദ്ദേശം തന്നെ സിയുടെ ആയതുകൊണ്ട് എസ് എന്ന് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ റോ എസ് ആണ് അതിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതേപോലെ റിവറിന്റെ കേസ് നോക്കിക്കേ, അതേ ഹൈറ്റിൽ തന്നെയാണ് ഞാൻ ആ പോയിന്റ് എടുത്തിരിക്കുന്നത്, എച്ച് ഹൈറ്റിൽ തന്നെ. പക്ഷെ അവിടുത്തെ ഡെൻസിറ്റി എന്താ വ്യത്യാസം വന്നേ, റോ ആർ ആയി വ്യത്യാസമുണ്ട്. അപ്പം റോ എസ് ആണോ റോ ആർ ആണോ വലുത്? റോ എസ് ആയിരിക്കും വലുത്. സീ വാട്ടറിനാണ് എന്ത് കൂടുതൽ, ഡെൻസിറ്റി കൂടുതലുള്ളത്. അപ്പൊ ഇവർ തമ്മിലുള്ള പ്രഷറിന്റെ വ്യത്യാസം എന്താ, ഏതിനായിരിക്കും കൂടുതൽ പ്രഷർ ഉണ്ടാകുക, ഈ മോളിക്കൂളിനായിരിക്കോ ഈ മോളിക്കൂളിനായിരിക്കോ? സിയിലുള്ള മോളിക്കൂളിന്. അത് സെയിം ഹൈറ്റിലാണെങ്കിൽ പോലും എന്താണ്, അവിടെ ഡെൻസിറ്റിക്ക് വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എന്ത് പറ്റും, പ്രഷറിന് വ്യത്യാസമുണ്ട്. പ്രഷർ അറ്റ് എ സർട്ടൻ ഡെപ്ത് ഇൻ സീ ലെവൽ അല്ലെ സീ വാട്ടർ ഈസ് മോർ. ഓക്കെ ആണോ? അപ്പൊ രണ്ടാമത്തത്, ദ വോൾസ് ഓഫ് എ ഡാം ഈസ് മെയ്ഡ് തിക്കർ അറ്റ് ദ ബോട്ടം. അപ്പൊ ഞാനിവിടെ ഡാമിന്റെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നോക്കിക്കേ, ലാൻഡ് കഴിഞ്ഞിട്ട് വാട്ടർ സ്റ്റോറേജ് പോലെ അവിടെ ഇങ്ങനെ വാട്ടർ കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് നേരത്തെ വരച്ച കണ്ടെയ്നർ പോലെ തന്നെയല്ലേ ഇപ്പൊ ഇരിക്കുന്നത്. അതിന്റെ ഇപ്പുറത്ത് എന്താ ഉള്ളത്, ഡാമിന്റെ വോൾസ് ആണ് ഉള്ളത്. അപ്പൊ ഈ ഡാമിന്റെ വോൾസ്, നിങ്ങൾ എല്ലാവരും ഡാമിലൊക്കെ പോയിട്ടുണ്ടായിരിക്കും, ഡാം കാണാനൊക്കെ പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് പക്ഷെ താഴത്തോട്ടുള്ള എങ്ങനെയൊന്നും കാണത്തില്ല, നമുക്ക് ആ മേൾഭാഗത്ത് മാത്രമേ നിന്നേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ താഴത്ത് എങ്ങനെയാന്ന് വെച്ചാൽ ഇത് ഇതുപോലെ ഇരിക്കുന്നത്. അപ്പം ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നവരൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ, താഴെയുള്ള പാർട്ട് ഭയങ്കരമായിട്ട് തിക്കറാക്കും. അതിന് കുറെ കാൽക്കുലേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് അവർ കറക്റ്റ് കണക്കിൽ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, വോൾസ് ഓഫ് ദ ഡാം എന്തായിരിക്കും, താഴ്ഭാഗത്ത് കട്ടി കൂടുതലായിരിക്കും, തിക്കറായിരിക്കും, തിക്കർ അറ്റ് ദ ബോട്ടം ആയിരിക്കും. അതിനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ, ഇപ്പോ നമ്മളിത് നേരത്തെ പഠിച്ച കണ്ടെയ്നർ പോലെ തന്നെയാന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ വാട്ടർ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് കണ്ടോ, ഒരു കണ്ടെയ്നർ പോലെ തന്നെയല്ലേ. അപ്പൊ ഇവിടെ മുകളിലത്തെ പാർട്ടിക്കിൾസിനായിരിക്കോ താഴത്തെ പാർട്ടിക്കിൾസിനായിരിക്കോ കൂടുതൽ പ്രഷർ വരിക? തീർച്ചയായിട്ടും താഴത്തെ പാർട്ടിക്കിൾസിനായിരിക്കും. കാരണം ഹൈറ്റോ അല്ലെങ്കിൽ ഡെപ്ത് കൂടുന്നതനുസരിച്ച്, നമ്മൾ ഹൈറ്റ് എന്ന് പറയില്ല, ഡെപ്ത് എന്നാണ് പറയുന്നത്, ഡിനോട്ടഡ് ബൈ ലെറ്റർ എച്ച് എന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഡെപ്ത് കൂടുന്നതനുസരിച്ച് എന്ത് പറ്റും, പ്രഷർ കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ മേളിലത്തെ പ്രഷർ എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ ഡിനോട്ട് ചെയ്തു. കുറച്ചുകൂടെ താഴത്തോട്ട് വരുമ്പോൾ, ബോട്ടത്തിലോട്ട് വരുമ്പോൾ ആരോയുടെ വലിപ്പം ഞാൻ കൂട്ടുക. അത് എന്തിനായിരിക്കും, അവിടുത്തെ പ്രഷർ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ആരോയുടെ ലെങ്ത് കൂട്ടിയത്. അപ്പൊ ഏറ്റവും അടിയിൽ വരുമ്പോൾ എന്തായിരിക്കും, കൂടുതൽ പ്രഷർ ഉണ്ട്. അപ്പൊ ഈ വാട്ടർ കുറെ പ്രഷർ ഈ വോൾസിലേക്ക് ഫോഴ്സ് ചെയ്യും. അതിങ്ങനെ പ്രഷർ തള്ളി ആ വോളിലേക്ക് തള്ളും. ഇവിടെ ഉള്ള പ്രഷർ എന്ത് ചെയ്യും, വോളിലേക്ക് അത് തള്ളി കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ ആ വോളിനെ അത് വിക്സ്റ്റാൻഡ് ചെയ്താലല്ലേ പറ്റുള്ളൂ. നമുക്ക് ഈ വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇത് വിക്സ്റ്റാൻഡ് ചെയ്ത് നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബോട്ടം എന്താക്കി വെക്കുന്നത്, തിക്കറാക്കി വെക്കുന്നത്. നല്ല ബലം കിട്ടുള്ളൂ. പിടിച്ചു നിൽക്കണേ, അത്ര ബലം കിട്ടണമെങ്കിൽ നമ്മളത് ബോട്ടം തിക്കറാക്കി വെക്കണം. അതിനാണ് ഡാമിന്റെ വോൾസ്, ബോട്ടം വോൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, തിക്കറായിരിക്കും. അത് രണ്ടാമത്തെ കോൺസിക്വൻസ് ആണ്. അപ്പൊ എഴുതുമ്പോൾ നമ്മൾ അതൊന്ന് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതണം. എന്തുകൊണ്ടാണ് താഴത്തോട്ട് വരുമ്പോൾ പ്രഷർ കൂടും, അതുകൊണ്ടാണ് ഇതാക്കേണ്ടത്, തിക്കറാക്കേണ്ടത് എന്നൊക്കെ നമ്മളൊന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അത് എഴുതണം. വൺ വേർഡിൽ നമുക്കത്, വൺ സെന്റൻസിൽ അത് നമുക്ക് എഴുതി തീർക്കാൻ പറ്റത്തില്ല. ഇനി മൂന്നാമത്തെ നോക്കിക്കേ, മൂന്നാമത്തത് വാട്ടർ സപ്ലൈ ടാങ്ക് ഈസ് പ്ലേസ്ഡ് ഹൈ. നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ വാട്ടർ ടാങ്ക് എവിടെ ഇരിക്കുന്നത്, കുറച്ച് പൊക്കത്തിലായിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ ടാപ്പിന്റെ അതേ ലെവലിലാണോ ഇരിക്കുന്നത്? അല്ല, നമ്മൾ എപ്പോഴും വാട്ടർ ടാങ്ക് എവിടെ ആയിരിക്കും വെച്ചിരിക്കുന്നത്, കുറച്ച് ഹൈറ്റിലായിരിക്കും വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഹൈറ്റിൽ വെച്ചിരിക്കുന്നത്? ഈ ടാപ്പിന്റെ നേരെ തന്നെ വെച്ചാൽ പോരായിരുന്നോ? ഹൈറ്റ് കൂടുന്നതനുസരിച്ച് നമ്മളിപ്പം ഹൈറ്റ് കൂടുതൽ വെക്കുവാണെങ്കിൽ
അതായത് ഈ ടാങ്ക് കുറച്ചുകൂടെ ഹൈറ്റിൽ വെക്കുവാണെങ്കിൽ എന്ത് പറ്റും, നമുക്ക് പെട്ടെന്ന് വെള്ളം കിട്ടും. അതായത് പ്രഷർ കൂടുതലായിരിക്കും, വരുന്ന വാട്ടറിന് പ്രഷർ കൂടുതലായിട്ട് കിട്ടും. ഇനി ഇത് ഞാൻ നേരെ വെച്ചിരുന്നെങ്കിലോ, ഈ ടാപ്പിന് നേരെ വെച്ചിരുന്നെങ്കിൽ പയ്യെ വരത്തുള്ളൂ, പതുക്കെ വരത്തുള്ളൂ വെള്ളം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പയ്യെ വെള്ളം വന്നാൽ മതിയോ, പോരാ. നമുക്ക് പെട്ടെന്ന് തന്നെ വെള്ളം കിട്ടണമെങ്കിൽ, നല്ല ഫോഴ്സിൽ തന്നെ വെള്ളം വരണമെങ്കിൽ എന്ത് ചെയ്യണം, ടാങ്ക് നമ്മൾ കുറച്ച് ഹൈറ്റിൽ വെക്കണം. അപ്പൊ നമ്മളോട് ചോദിക്കുക എന്തുകൊണ്ടാണ്, ഇപ്പം ആപ്ലിക്കേഷൻ ലെവലിലൊക്കെ ചിലപ്പോൾ ചോദിക്കുവാണെങ്കിൽ എന്തുകൊണ്ടാണ് വാട്ടർ സപ്ലൈ ടാങ്ക് നമ്മൾ ഒരു ഹൈറ്റിൽ വെക്കുന്നത്, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്തെഴുതും, ദ റീസൺ ഈസ് ദാറ്റ് ആസ് ഗ്രേറ്റർ ദ ഹൈറ്റ് ഓഫ് ദ ടാങ്ക് മോർ വിൽ ബി ദ പ്രഷർ ഓഫ് ദ വാട്ടർ ഇൻ ദ ടാപ്സ്. അപ്പൊ നമ്മൾ ഹൈറ്റ് കൂട്ടുമ്പോൾ എന്ത് ചെയ്യും, പ്രഷർ കൂടുതലായിട്ട് ടാപ്പിലൂടെ വരും, പ്രഷർ ഓഫ് ദ വാട്ടർ കൂടുതലായിരിക്കും. അതാണ് അതിന്റെ റീസൺ. ഇനി അടുത്തത് ഡൈവേഴ്സ് സ്യൂട്ട്. അതായത് നമുക്കറിയാം, നമുക്ക് ഈ ആഴക്കടലിലോട്ടൊക്കെ ആൾക്കാർ പോകുമ്പോൾ അവരൊരു പ്രത്യേക തരം സ്യൂട്ട് ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും, അവർക്ക് സാധാരണ ഡ്രസ്സ് ഇട്ട് പൊക്കൂടായിരുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് കൊണ്ടുള്ള ഒരു കോട്ട് പോലുള്ള എന്തെങ്കിലും പോരായിരുന്നോ, എന്തുകൊണ്ടാണ് അവർ ഒരു പ്രത്യേക തരം ഡിസൈൻ ചെയ്തൊരു സ്യൂട്ടാണ് അവർ ഇട്ടുകൊണ്ട് പോകുന്നത്? അതെന്തുകൊണ്ടായിരിക്കും? നമുക്ക് ബോഡിക്ക് ഒരു പ്രഷർ ഉണ്ട്, ഓൾറെഡി നമ്മുടെ ബോഡിക്ക് ഒരു പ്രഷർ ഉണ്ട്. ആ പ്രഷർ നമ്മൾ വെള്ളത്തിന്റെ അടിയിലോട്ട് ചെല്ലുമ്പോൾ എന്ത് പറ്റും, കൂടുതൽ അടിയിലോട്ട് പോകുമ്പോൾ ഡെപ്ത് കൂടുന്നതനുസരിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രഷർ കൂടുതലായിരിക്കും. അപ്പൊ ആ വാട്ടർ മൊത്തം നമ്മുടെ ദേഹത്തേക്ക് ഒരു പ്രഷർ വരും. ആ പ്രഷറിനെ നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ആപത്ത് സംഭവിക്കും, നമുക്ക് ചിലപ്പോൾ ഡെത്ത് വരെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മളൊരു പ്രത്യേക തരം സ്യൂട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് ഈ ഡൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇട്ട് കൊടുക്കും. അതാണ് ഈ ഡൈവേഴ്സ് സ്യൂട്ട് എന്ന് പറയുന്നത്. ആ സ്യൂട്ട് ഉണ്ടാക്കുന്നത് ഒരു ഗ്ലാസ് റീഇൻഫോഴ്സ്മെന്റ് പ്ലാസ്റ്റിക് എന്ന് പറയും. എന്ന് വെച്ചാൽ അതൊരു അലൂമിനിയം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കൊണ്ടോ, നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി. ഒരു ഗ്ലാസ് റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക്, ഞാനതിവിടെ നോട്ട് ചെയ്ത് തരാം. ഇത് നോക്കിക്കേ, മെയ്ഡ് ഓഫ് ഗ്ലാസ് റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ഓർ കാസ്റ്റ് അലൂമിനിയം. ഇതിൽ ഏതെങ്കിലും കൊണ്ടായിരിക്കും ആ സ്യൂട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ പേര് മാത്രം പഠിച്ചാൽ മതി, ഗ്ലാസ് റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ കാസ്റ്റ് അലൂമിനിയം. ഇത് യൂസ് ചെയ്തിട്ടാണ് അവരുടെ ഒരു സ്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്നാ പറഞ്ഞത്, എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ ആ പ്രഷറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ, അതായത് ഒരുപാട് പ്രഷർ നമ്മുടെ ബോഡിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്യൂട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ സ്യൂട്ട് ഉണ്ടാക്കുമ്പോൾ അതിനുള്ളിലെ ഒരു പ്രഷർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ഈ സ്യൂട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു 1 അറ്റ്മോസ്ഫിയറിലായിരിക്കും അതിനുള്ളിലെ പ്രഷർ. ദ പ്രഷർ ഇൻസൈഡ് ദ സ്യൂട്ട് ഈസ് മെയിൻറ്റെയിൻഡ് അറ്റ് 1 അറ്റ്മോസ്ഫിയർ. അത് ഓർത്തിരിക്കാം. അപ്പൊ ഈ 4 നമ്മൾ പഠിച്ചു. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. അപ്പം ഈ ഡൈവേഴ്സ് സ്യൂട്ട് ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചോദിക്കും, എന്തുകൊണ്ടാണ് ഡൈവ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ പ്രത്യേകതരം സ്യൂട്ട് എന്തിനാണ് എന്ന് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ എഴുതേണ്ടത്, പ്രഷറിന്റെ കാര്യം തന്നെയാണ് എഴുതേണ്ടത്. ഈ ലാസ്റ്റ് വൺ നോക്കിക്കേ, ദ സൈസ് ഓഫ് ഗ്യാസ് ബബിൾസ് ഇൻസൈഡ് വാട്ടർ. അപ്പൊ ഞാനിവിടെ സൈഡിൽ ഒരു പടം കൊടുത്തിട്ടുണ്ട്, ഒരു കാർട്ടൂൺ പോലെ. നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ നമ്മൾ എങ്ങനെയാ, ഒരു ഫിഷിനെ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മളൊരു ഫിഷിനെ വരയ്ക്കും, എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ഗ്യാസ് ബബിൾസ് ഇങ്ങനെ അതിന്റെ മൗത്തിൽ നിന്ന് പോകുന്ന രീതിയിൽ വരയ്ക്കും. അതെങ്ങനെയാണ് നമ്മൾ വരച്ചോണ്ടിരുന്നത്, ചെറുതിൽ നിന്ന് ഇങ്ങനെ വലുതായി 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 വരും അല്ലെ. അപ്പൊ അവിടെ തന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, സൈസ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടിക്കൂടി വരിക, സർഫസിലോട്ട് വരുമ്പോൾ സൈസ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ അതേ മെക്കാനിസം തന്നെ ഇവിടെ, സൈസ് ഓഫ് ഗ്യാസ് ബബിൾ ഇൻസൈഡ് വാട്ടർ എന്തായിരിക്കും, ഏറ്റവും അടിയിലത്തെ ഗ്യാസ് ബബിൾ എന്തായിരിക്കും, തീരെ ചെറുതായിരിക്കും. പക്ഷെ അത് സർഫസിലോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, അതിന്റെ സൈസ് കൂടിക്കൊണ്ടേയിരിക്കും. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ? അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ ഗ്യാസ് ബബിൾസിന് താഴത്ത് ചെറിയ സൈസും മുകളിൽ വലിയ സൈസും വന്നിരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ പ്രഷർ വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കി. ഈ താഴത്തത് ചെറുതാകാനുള്ള റീസൺ എന്ന് പറഞ്ഞാല്, ഇവിടെയുള്ള ഗ്യാസ് മോളിക്യൂൾസിലേക്ക് ആരൊക്കെ പ്രഷർ കൊടുക്കുന്നുണ്ട്, ഇതിന് മുകളിലുള്ള വാട്ടർ കോളം മൊത്തം ഇതിന്റെ താഴെ പ്രഷർ കൊടുക്കുന്നുണ്ട്. അപ്പോ ഇത്രയും ഭാഗത്തെ വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗ്യാസ് മോളിക്യൂളിലേക്ക് പ്രഷർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റും, അതിന്റെ സൈസ് ചെറുതായി പോകും. പക്ഷേ ഈ മോളിക്കൂൾ, ഇതിന്റെ ആണല്ലോ, ഈ ഗ്യാസ് മോളിക്കൂളിന്റെ കാര്യം ഒന്ന് നോക്കിയേ, ഇതിന്റെ ആണെങ്കിലോ ഇത്രയും ഭാഗത്തിന്റെ മാത്രമേ ഉള്ളൂ, കുറച്ച് ഭാഗത്ത് വാട്ടർ മോളിക്കൂൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അതിന് പ്രഷർ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് അതിന്റെ സൈസ് വലുതായിട്ടിരിക്കുന്നത്. അപ്പം എന്താ ഈ സൈസ് എന്ന് ഞാൻ പറയുന്നത് എങ്ങനെയാ, വോളിയമാണ് ഇവിടെ പറയുന്നത് അല്ലെ. ഈ ചെറുതിന് വോളിയം എന്തായിരിക്കും, കുറവായിരിക്കും. വലുതിന് വോളിയം എന്തായിരിക്കും, കൂടുതലായിരിക്കും അല്ലെ. സൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇവിടെ അത് വോളിയമാണ്. അപ്പൊ ഇവിടെ വോളിയം കുറവ് ഏതിനാ, താഴത്തതിനും, വോളിയം കൂടുതൽ മുകളിലത്തിനും. അപ്പൊ മുകളിലോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, പ്രഷർ കുറയുന്നത് കൊണ്ടാണ് വോളിയം കൂടുന്നത്, ഗ്യാസ് ബബിളിന്റെ വോളിയം കൂടുന്നത്, ഹെൻസ് സൈസ് കൂടും. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ലോ പഠിക്കാനുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, ബോയിൽസ് ലോ എന്ന് പറയും. എന്താ പേര്, ബോയിൽസ് ലോ. അപ്പൊ നോക്കിക്കേ, ബോയിൽസ് ലോ എന്താ പറയുന്നത്, വോളിയം ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു 1 പ്രഷർ ഓൺ ഇറ്റ്. എന്താ പറയുന്നത്, വോളിയം ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. ഈ 1 പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു പ്രഷർ എന്നല്ലേ അർത്ഥം. അതായത് വോളിയം കൂടുമ്പോൾ അല്ലെങ്കിൽ പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും. മനസ്സിലായോ, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാ. ഇപ്പൊ പ്രഷർ കുറയുവാണെങ്കിലോ, പ്രഷർ കുറയുവാണെങ്കിൽ വോളിയം ഇൻക്രീസ് ചെയ്യും.
അപ്പൊ എക്സാമിന് വാട്ട് ഈസ് ബോയിൽസ് ലോ എന്ന് ചോദിക്കുവോ അല്ലെങ്കിൽ സൈസ് ഓഫ് ഗ്യാസ് ബബിൾ ഇൻസൈഡ് എ വാട്ടർ എങ്ങനെയാണ് മാറുന്നത് എന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ ദ വോളിയം ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ പ്രഷർ ഓൺ ഇറ്റ്. എന്താ പറയണ്ടേ? The volume of gas is inversely proportional to the pressure on it. Therefore, the volume of the gas bubble increases due to the decrease in pressure. ഗ്യാസ് ബബിളിന്റെ വോളിയം എന്ത് ചെയ്യും? കൂടും. എപ്പോ? പ്രഷർ കുറയുമ്പോൾ ഗ്യാസ് ബബിളിന്റെ വോളിയം കൂടും. ആൻഡ് വൈസ് വേഴ്സ, തിരിച്ചും. അപ്പൊ ഇത്രയുമാണ് നമ്മളോട് ഈ ബോയിൽസ് ലോ ചോദിക്കുവാണെങ്കിലും അല്ലെങ്കിൽ എന്ത് ചോദിക്കുവാണെങ്കിലും സൈസ് ഓഫ് ദി ഗ്യാസ് ബബിൾ ഇൻസൈഡ് എ വാട്ടർ ചോദിക്കുവാണെങ്കിലും ഇത് വെച്ചിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പൊ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇതിനകത്ത് ഏറ്റവും ചെറിയ സൈസുള്ള അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ബബിൾ എവിടെ ആയിരിക്കും? ഏറ്റവും ബോട്ടത്തിലായിരിക്കും. ഏറ്റവും താഴെ ആയിരിക്കും ഏറ്റവും ചെറിയ ബബിള്. പിന്നെ ഏറ്റവും മാക്സിമം വോളിയം എവിടെ ആയിരിക്കും? ഏറ്റവും മേളില്, അതായത് ഈ ഫ്രീ സർഫസ് എന്ന് പറയുന്ന ഈ ലെവലിലായിരിക്കും വരുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും ഏറ്റവും മേളിലത്തെ ഇതിന് ഏറ്റവും വോളിയം വരുന്നത്? അതിന് മേളിലോട്ട് എന്തില്ല? വേറെ മോളിക്യൂൾസ് ഒന്നും ഇല്ല അതിന് പ്രഷർ കൊടുക്കാൻ. അപ്പൊ എന്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിലായിരിക്കത്തില്ല അതിരിക്കുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ മാത്രമേ കാണുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ മാക്സിമം വോളിയത്തിൽ അതിന് നിൽക്കാൻ പറ്റും. അപ്പൊ ഏറ്റവും മാക്സിമം വോളിയം വരുന്നത് എവിടെയാ? സർഫസിന്റെ അവിടെയുള്ള മോളിക്യൂൾസിനായിരിക്കും മാക്സിമം വോളിയം വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇത് മാത്രമായിട്ടായിരിക്കില്ല. ചിലപ്പോൾ ചോദിക്കും ഗീവ് സം കോൺസിക്വൻസസ് ഓഫ് ലിക്വിഡ് പ്രഷർ. അപ്പൊ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് പോയിന്റ് ആയിട്ട് എഴുതിയിട്ട് മാർക്ക് അടിസ്ഥാനത്തിൽ മാർക്ക് കൂടുതലുള്ളതാണെങ്കിൽ ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആക്കി എഴുതുക. ഇപ്പം ആദ്യം പറഞ്ഞ എന്തായിരുന്നു? സീ വാട്ടറും റിവർ വാട്ടറും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു. പിന്നെ ഏതാ പറഞ്ഞേ? ഡാമിന്റെ കാര്യം പറഞ്ഞു. ഡാമിന്റെ ബോട്ടത്തിലുള്ള വോൾസ് എന്തായിരിക്കും? തിക്കർ ആയിരിക്കും. പിന്നെ സപ്ലൈ വാട്ടർ ടാങ്ക് സപ്ലൈയുടെ കാര്യം എന്ത് പറഞ്ഞു? അതൊരു ഹൈറ്റിൽ വെച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് ഈസി ആയിട്ട് വാട്ടർ ടാപ്പിൽ നിന്ന് വാട്ടർ കളക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രഷർ കൂടുതലായിട്ട് വരത്തുള്ളൂ. പിന്നെ പറഞ്ഞു ഡൈവ് ചെയ്യുന്നവർക്ക് നമ്മളൊരു സ്യൂട്ട് ഡിസൈൻ ചെയ്യുന്നുണ്ട്. ആ സ്യൂട്ട് ഡിസൈൻ ചെയ്യാൻ നമ്മൾ എന്ത് മെറ്റീരിയൽ ആയിരുന്നു യൂസ് ചെയ്തത്? ഗ്ലാസ് റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ കാസ്റ്റ് അലൂമിനിയം. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. പിന്നെ ഇപ്പൊ ഈ അവസാനം പറഞ്ഞത് സൈസ് ഓഫ് ഗ്യാസ് ബബിൾ ഇൻസൈഡ് വാട്ടർ. അപ്പൊ ഇത്രയുമാണ് കോൺസിക്വൻസസിന്റെ അണ്ടറിൽ വരുന്നത്.